ചപ്പാത്തിക്കും ദോശയ്ക്കും വെള്ളയപ്പത്തിനും എന്ന് വേണ്ട ചോറിന് സൈഡ് ഡിഷായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയാണിത് കേട്ടോ. നമുക്ക് വറുത്തരച്ച് വെക്കൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ജീരകം പൊട്ടി വന്നപ്പോൾ 1/4 ടീസ്പൂൺ കായം പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സവോള ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഏകദേശം ഒരു വേവായി വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കഴുകിയത് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം അതും ചേർത്ത് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തു. വീണ്ടും മട്ടർ ചേർത്തു. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏകദേശമൊക്കെ ഒരു വേവായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ, അതുപോലെ ഈ പച്ചക്കറികളിലൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെയും. അതിനുശേഷം നമുക്ക് 2 തക്കാളി, വലിയ തക്കാളി വെച്ചാൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ചെറു തീയിൽ വേവിച്ചെടുക്കുക, അടച്ച് വെക്കണമെന്നില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം, ചൂടുള്ള വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഏകദേശം ഈ പച്ചക്കറികളൊക്കെ വെന്ത് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് തീ ഓഫാക്കിയിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ കസൂരി മേത്തിയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദോശയ്ക്കോ ചോറിനോ ചപ്പാത്തിക്കോ എന്തിനും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.